നമസ്കാരം. മാർച്ച് അവസാനത്തേക്ക് വേണ്ട ചെലവിനായി ട്രഷറിയിൽ പണമെത്തിക്കാൻ നെട്ടോട്ടമോടുകയാണ് സർക്കാർ. തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കാൻ കർശന നിർദ്ദേശം നൽകി ധനവകുപ്പ് ഉത്തരവിറക്കി. പ്രതിസന്ധിയിലായ തദ്ദേശ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന നടപടിയാണ് ഇതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സാമ്പത്തിക വർഷാവസാനം അടുത്തതോടെ ട്രഷറിയിൽ പരമാവധി പണമെത്തിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. ഇതിനാണ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്വന്തം വരുമാനത്തിലും കൈകടത്തുന്നത്. കെട്ടിട നികുതിയായും പെർമിറ്റ് ഫീസായും ഒക്കെ പിരിച്ച പണമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട്. ഇത് ട്രഷറിയിൽ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങി അതിൽ നിക്ഷേപിക്കണമെന്ന് മുമ്പ് 2 തവണ ധനവകുപ്പ് സർക്കുലർ ഇറക്കിയിരുന്നു. എന്നിട്ടും മിക്ക തദ്ദേശ സ്ഥാപനങ്ങളും ബാങ്കിൽ തന്നെ തനത് ഫണ്ട് സൂക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ധനവകുപ്പ് പുതിയ സർക്കുലർ ഇറക്കിയത്. ഇനിയും ലോക്കൽ ഗവൺമെന്റ്സ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാത്ത പ്രാദേശിക സർക്കാരുകൾ അടിയന്തരമായി തുടങ്ങണമെന്നും തനത് ഫണ്ട് അതിൽ നിക്ഷേപിക്കണമെന്നും കർശന നിർദ്ദേശം പുറപ്പെടുവിക്കുമെന്നാണ് സർക്കുലർ. ട്രഷറിയിൽ ബില്ലുകൾ സമർപ്പിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വകുപ്പ് മേധാവികളും DDOമാരും തിങ്കളാഴ്ചയ്ക്ക് ശേഷം സമർപ്പിക്കുന്ന ബില്ലുകൾ സ്വീകരിക്കില്ല. സാമ്പത്തിക വർഷാവസാനം കൂട്ടത്തോടെ ബില്ലുകൾ എത്തുന്നത് തടയാനാണ് ഈ തന്ത്രം. അതേസമയം കേരളത്തിന്റെ കടമെടുപ്പ് കേന്ദ്ര സർക്കാർ തീരുമാനിക്കേണ്ടതും അതിനുള്ള അധികാരം അവർക്കില്ലെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചു. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് നിർണ്ണയിക്കാനുള്ള അധികാരം ധനകമ്മീഷനാണെന്നും കേരളത്തിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കൂട്ടിച്ചേർത്തു. എന്നാൽ പരിധിക്കപ്പുറം കടമെടുത്ത ചരിത്രമുള്ള കേരളത്തിന്റെ സാമ്പത്തിക സൂചികകൾ ദുർബലമാണെന്ന് കേന്ദ്രം എതിർവാദം ഉന്നയിച്ചു. കേരളത്തിന്റെ കടമെടുപ്പ് കേസിലെ അന്തിമ വാദത്തിന്റെ ആദ്യ ദിവസം തങ്ങളുടെ നിലപാട് അവതരിപ്പിക്കുകയായിരുന്നു ഇരുപക്ഷവും. 15ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് 10,000 കോടിയുടെ കടമെടുപ്പിന് അനുമതി തേടിയതെന്ന് സിബൽ ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ ധനക്കമ്മി പരിധിയിലും കുറവാണ്. ധനകമ്മീഷൻ വിദഗ്ധരുടെ ഭരണഘടനാ വേദിയാണ്. കേന്ദ്ര സർക്കാരിന് ഈ കമ്മീഷന്റെ ഭരണഘടനാപരമായ അധികാരത്തെ മറികടക്കാനാവില്ല. ധനകമ്മീഷൻ ശുപാർശ പ്രകാരം വിപണിയിൽ നിന്ന് കടം വാങ്ങാൻ കേരളത്തിന് അധികാരമുണ്ട്. കേന്ദ്ര സർക്കാരിന് അത് തടയിടാനാവില്ല. കടം തരുന്നവരാണ് എത്ര വാങ്ങാൻ കേരളത്തിന് കഴിയുമെന്ന് തീരുമാനിക്കേണ്ടത്. ഒരു സംസ്ഥാനം കടമെടുപ്പ് പരിധിയോ അധിക കടമെടുപ്പ് പരിധിയോ പൂർണ്ണമായും ഉപയോഗിച്ചില്ലെങ്കിൽ 2025 വരെയുള്ള 4 വർഷത്തിനുള്ളിൽ അതും കൂടി എടുക്കാമെന്ന് ധനകമ്മീഷൻ വ്യക്തമാക്കിയതാണ്. കേരളത്തിന് കടത്തിന് അർഹതയുണ്ട്. 24,000 കോടിയാണ് അർഹതപ്പെട്ടത്. അതാണ് ചോദിക്കുന്നത്. എങ്കിലും ഇപ്പോൾ 10,000 കോടി മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ഏതെങ്കിലും സംസ്ഥാനം കടമെടുപ്പ് പരിധി ലംഘിച്ച് നിശ്ചിത തുകയിലും കൂടുതൽ കടം വാങ്ങിയാൽ തൊട്ടടുത്ത വർഷം ആ തുകയിൽ കുറവ് വരുത്താമെന്നാണ് ധനകാര്യ കമ്മീഷൻ വ്യവസ്ഥ. വിദഗ്ധ സമിതിക്കില്ലാത്ത അഭിപ്രായം കേന്ദ്രത്തിന് എവിടെ നിന്ന് കിട്ടി എന്ന് സിബൽ ചോദിച്ചു. കടത്തിനുള്ള ഉപയോഗിക്കാത്ത അവകാശം അധിക കടമെടുപ്പിനുള്ള അവകാശവും തമ്മിൽ വ്യത്യാസമില്ലേ എന്ന് സുപ്രീം കോടതി ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു സിബലിന്റെ മറുപടി. കേരളം അന്തിമവാദം പൂർത്തിയാക്കിയ വ്യാഴാഴ്ച കേന്ദ്രത്തിനു വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ വെങ്കിട്ടരാമൻ വാദം തുടങ്ങിവെച്ചു. വാദമൊക്കെ പൂർത്തിയായി വരുമ്പോഴേക്ക് മാർച്ച് മാസം കഴിയുമെന്നതാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി.